അതിബുദ്ധിശാലികളുടെ 15 ലക്ഷണങ്ങൾ, 15 പോയിന്റുകൾ. ഇക്കാര്യം ഒന്ന് അറിയുന്നത് സ്വയം അതിബുദ്ധിശാലിയാണോ എന്ന് നിരീക്ഷിച്ച് പരീക്ഷിച്ച് അറിയുന്നതിനും സ്വയം അതിബുദ്ധിശാലിയായി മാറുന്നതിനും മറ്റ് ബുദ്ധിശാലികളെ തിരിച്ചറിയുന്നതിനും അതുവഴി ജീവിതത്തിൽ പല കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനും ഉയരുന്നതിനും കാരണമാവുകയും ചെയ്യും. നേരെ കാര്യത്തിലേക്ക് പോകാം. ചെറിയൊരു വിശദീകരണം അവസാനമാകാം. ഒന്നാമത്തെ ലക്ഷണം, ഒന്നാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികളായതുകൊണ്ട് തന്നെ ബുജി ചമഞ്ഞ് നടക്കാൻ നിൽക്കില്ല. അതായത് ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന ശീലം ഉണ്ടാകില്ല. അവർ സാധാരണക്കാരെ പോലെ കാണപ്പെടും. വ്യത്യസ്തതയ്ക്ക് വേണ്ടി വ്യത്യസ്തത കാണിച്ച് അസാധാരണമായ പെരുമാറ്റങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒരു അതിബുദ്ധിശാലിയെ മറ്റൊരു ബുദ്ധിശാലിക്ക് മാത്രമേ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയൂ. സാധാരണക്കാർ ഒരുപക്ഷെ ഇദ്ദേഹം ഒരു മണ്ടനാണെന്ന് പോലും കരുതിയേക്കാം. അതെന്തുകൊണ്ടെന്നാൽ IAS ആൻസർ ഷീറ്റ് 3ാം ക്ലാസ് വിദ്യാർത്ഥി മാർക്കിടുന്നതിനോട് ഉപമിക്കാമത്. ബുജി ചമഞ്ഞ് നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ ബുജി ചമഞ്ഞ് നടക്കുന്നതിൽ താല്പര്യമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആരോട് സംസാരിക്കുന്നുവോ അവർക്ക് കൂടി മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ സംസാരിക്കുന്നതിൽ ഏറെ ശ്രദ്ധ കൊടുക്കുന്നവരുമായിരിക്കും. രണ്ടാമത്തെ ലക്ഷണം, രണ്ടാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികൾ ജീവിതത്തിലെ മിക്കവാറും കാര്യങ്ങൾ തനിയെ ഒറ്റയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. പക്ഷേ ബിസിനസ് കാര്യങ്ങളിലോ കുടുംബകാര്യങ്ങളിലോ സ്റ്റാഫുമായോ മറ്റുള്ളവരുമായോ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തുപോകുന്നതിന് യാതൊരു മടിയും ഉണ്ടാകില്ല. സാധാരണക്കാർ കൂട്ടുകൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റിൽ പോകുന്നത്, സിനിമയ്ക്ക് പോകുന്നത്, യാത്ര പോകുന്നത്, ഡ്രൈവ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായിരിക്കും അതിബുദ്ധിശാലികൾ താല്പര്യപ്പെടുക. പക്ഷേ അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയോ അതെല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥമായി ഇടപെടുന്നതിനും യാതൊരു മടിയും ഉണ്ടാകില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും, മിക്കവാറും കാര്യങ്ങൾ, സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തനിയെ ചെയ്യുന്നതായിരിക്കും അതിബുദ്ധിശാലികളുടെ ഒരു ആഗ്രഹം, ശീലം. മൂന്നാമത്തെ പോയിന്റ്, നോ പറയേണ്ടിടത്ത് നോ പറയും. ഹങ്കി പങ്കി സ്വഭാവം കാണിക്കാൻ നിൽക്കില്ല. അതായത് ഞഞ്ഞാ പിഞ്ഞ ബബ്ബബ്ബ പറയാൻ നിൽക്കില്ല. മറ്റുള്ളവർക്ക്, അത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ, അവർക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടാകുമോ, വിഷമം ഉണ്ടാകുമോ എന്ന് നോക്കാതെ നോ പറയേണ്ടിടത്ത് നോ പറയും. നാലാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികൾക്ക് മറ്റു മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടും കാരുണ്യം ഉണ്ടായിരിക്കുമെന്നതാണ്. മറ്റു മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും സഹായിക്കാൻ തൽപരരുമായിരിക്കും. അതെന്തുകൊണ്ടാണെന്നാൽ മറ്റു മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവനെയും ജീവിതത്തെയും തൻ്റെ ജീവനുമായും ജീവിതവുമായും താരതമ്യം ചെയ്ത് ചിന്തിക്കുന്നതുകൊണ്ടാണത്. അതുകൊണ്ട് മറ്റു മനുഷ്യരെയും ജീവജാലങ്ങളെയും സഹായിക്കുന്നതിൽ തൽപരരായിരിക്കും. എന്നതുകൊണ്ട് ഇമോഷണൽ ഇഡിയറ്റ് ആയിരിക്കും എന്നർത്ഥമില്ല. ആവശ്യമെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കും മറ്റു മനുഷ്യർക്കും ദ്രോഹമായ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവികളെയോ മനുഷ്യരെയോ തന്നെയോ, നിയമപാലകരാണെങ്കിൽ മറ്റു മനുഷ്യരെ തന്നെയോ വേണ്ടത് ചെയ്യുവാൻ ആ കാരുണ്യം തടസ്സമാവുകയുമില്ല. കാരുണ്യമുള്ളവരായിരിക്കും എന്നതുകൊണ്ട് ഇമോഷണൽ ഇഡിയറ്റ്സ് ആയിരിക്കില്ല, സെന്റിമെന്റൽ ഇഡിയറ്റ് ആയിരിക്കില്ല. അഞ്ചാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ ലക്ഷണം, അതിബുദ്ധിശാലികൾ ആംബിവേർട്ട് ആയിരിക്കും എന്നതാണ്. അവർ ഒരേ സമയം ഇൻട്രോവേർട്ടുമാണ് എക്സ്ട്രോവേർട്ടുമാണ്. അവർ അന്തർമുഖരുമാണ് ബഹിർമുഖരുമാണ്. അതാണ് ആംബിവേർട്ട് അഥവാ ഉഭയമുഖം. അതെന്തുകൊണ്ടെന്നാൽ അവർക്കും അറിയാം, അവർ അതിബുദ്ധിശാലികളായതുകൊണ്ട് തന്നെ അവർക്കും അറിയാം അന്തർമുഖത്വം എന്നാൽ എന്താണ്, ബഹിർമുഖത്വം എന്നാൽ എന്താണ് എന്നുള്ളത്. അതിൽ താൻ എവിടെയാണ് എന്നും അവർക്കറിയാം. അത് അറിയുന്നത് കൊണ്ട് തന്നെ അത്തരം കണ്ടീഷനിങ്ങുകളിൽ പെട്ടുകിടക്കാതെ അവരെ ആവശ്യമുള്ള, അവരെ മനസ്സിലാക്കുന്ന, അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യങ്ങളിലും സദസ്സുകളിലും ആളുകളോടും അവർ ബഹിർമുഖർ ആയിരിക്കും. അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവരെ ആവശ്യമില്ലാത്ത, അവർ പറഞ്ഞാൽ മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ആളുകളോടും സദസ്സുകളോടും അവർ അന്തർമുഖരുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിബുദ്ധിശാലികൾ ഇൻട്രോവേർട്ട് ആയിരിക്കും അഥവാ അന്തർമുഖർ ആയിരിക്കും എന്ന കേട്ടുകേൾവി സയന്റിഫിക് അല്ല എന്നും അവർ നന്നായി ചിന്തിക്കുന്നവരായതുകൊണ്ടും അതിബുദ്ധിശാലികളായതുകൊണ്ട് തന്നെ അവർ സന്ദർഭോചിതമായിട്ടായിരിക്കും ഇക്കാര്യത്തിൽ കാണപ്പെടുക എന്നും. ആറാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികൾ താരതമ്യേന ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അവർ ഒളിച്ചും മറച്ചും ജീവിക്കുന്നവർ ആയിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഭയം ഉള്ള പേഴ്സണാലിറ്റികൾ ആയിരിക്കില്ല അതിബുദ്ധിശാലികൾ. ഏഴാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികൾ വളരെ വിരളമായി മാത്രമേ തർക്കിക്കാൻ മുതിരുകയുള്ളൂ. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ തിരുത്താൻ വേണ്ടി മാത്രമേ അവർ തർക്കിക്കാൻ മുതിരുകയുള്ളൂ. അതല്ല എങ്കിൽ അവർ മൗനം പാലിക്കുകയോ മറ്റേയാളുടെ വിഡ്ഢിത്തം അംഗീകരിച്ചു കൊടുക്കുകയോ ചെയ്യും. അതെന്തുകൊണ്ടെന്നാൽ എല്ലാവരെയും തിരുത്തി നന്നാക്കാൻ കഴിയുമെന്ന മിഥ്യാബോധമൊന്നും അതിബുദ്ധിശാലികൾക്കില്ല. അതുമാത്രമല്ല, തർക്കശാസ്ത്രത്തിലെ അറിവിനോട് തർക്കിക്കാം, അറിവില്ലായ്മയോട് തർക്കിക്കരുത് എന്ന പ്രമാണവും 1000 ബുദ്ധിമാനോട് തർക്കിക്കാം, അരമണ്ടനോട് തർക്കിക്കരുത് എന്ന പ്രമാണവും അതിബുദ്ധിശാലികൾ നന്നായി അറിയുന്നു. എട്ടാമത്തെ പോയിന്റ്, ഒരു അതിബുദ്ധിശാലി എല്ലായിടത്തും സ്വയം പ്രൂവ് ചെയ്യാൻ നിൽക്കില്ല. കേട്ടുകേൾവി പ്രൂവ് ചെയ്യാനേ നിൽക്കില്ല എന്നാണ്. അങ്ങനെയല്ല, എല്ലായിടത്തും പ്രൂവ് ചെയ്യാൻ നിൽക്കില്ല, എന്നാൽ തനിക്ക് ആവശ്യമുള്ളിടത്ത് പ്രൂവ് ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു
അതിബുദ്ധിശാലി ഒരു ജോബ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ ജോബിലെ ആ കഴിവും മികവും എല്ലാം പ്രൂവ് ചെയ്യാനും അതിൻ്റെ ക്രെഡിറ്റ് നേടാനും എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കില്ല. പക്ഷേ അത് ആരാണോ അറിയേണ്ടത്, തൻ്റെ സീനിയർ, തൻ്റെ ബോസ്, അതല്ലെങ്കിൽ ആരെയാണോ അറിയിക്കേണ്ടത് അദ്ദേഹത്തെ തൻ്റെ കഴിവും മികവും അറിയിച്ചിരിക്കും. എന്തുകൊണ്ടെന്നാൽ അതല്ല എങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും അടിച്ചു മാറ്റുമെന്നും തനിക്ക് അർഹതപ്പെട്ടത് എന്തോ അത് തനിക്ക് ലഭിച്ചേക്കില്ല എന്നും വ്യക്തമായി അറിയുന്നു, അതിബുദ്ധിശാലി ആയതുകൊണ്ട് തന്നെ. അതിനാൽ എല്ലായിടത്തും പ്രൂവ് ചെയ്യാൻ നിൽക്കില്ല, പ്രൂവ് ചെയ്യേണ്ടിടത്ത് പ്രൂവ് ചെയ്യുകയും ചെയ്യും. 9ാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികൾ പ്ലാൻഡ് ലൈഫ് നയിക്കുന്നവരായിരിക്കും. അവർ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നവരായിരിക്കും. അപ്പോൾ തോന്നുമ്പോൾ തോന്നിയതുപോലെയല്ല അവർ പ്രവർത്തിക്കുന്നുണ്ടാവുക. അവരുടെ ടൈം, മണി, എഫർട്ട് എന്നിവ പ്ലാൻ ചെയ്ത് വിനിയോഗിക്കുന്നവരായിരിക്കും, വർക്ക് ചെയ്യുന്നവരായിരിക്കും. സാധാരണ മനുഷ്യരാകട്ടെ ഒരുപക്ഷെ ഓഫീസിലിരിക്കുമ്പോൾ പോലും കൂട്ടുകാർ സംഘം ചേർന്ന് വിളിച്ച് ഒരു സിനിമയ്ക്ക് പോകാനോ ഒരു യാത്ര പോകാനോ ഒരു ടൂർ പോകാനോ വിളിച്ചാൽ അപ്പോൾ തന്നെ എന്തെങ്കിലും കള്ളം പറഞ്ഞു പോലും ലീവ് എടുത്തു പോകുന്നവരായിരിക്കും. ഒരു അതിബുദ്ധിശാലി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവർ പ്ലാൻ ചെയ്തതാണെങ്കിൽ മാത്രമേ അത് നടപ്പാക്കൂ. പ്ലാൻ ചെയ്ത കാര്യം ലംഘിക്കണമെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പ്ലാൻ വയലേറ്റ് ചെയ്യൂ, ലംഘിക്കൂ. എന്തുകൊണ്ടെന്നാൽ അവർ ജീവിതത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ളവരാണ്. ജീവിതം വളരെ ഷോർട്ട് ആണ് എന്നും ആ ജീവിതത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല ലൈഫ് എന്നും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ലംഘിച്ച് പോകുന്നത് ജീവിതത്തെ ബാധിക്കുമെന്നും നന്നായി അറിയുന്നവരാണ് അതിബുദ്ധിശാലികൾ. 10ാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികൾ മൈൻഡ്ഫുൾനെസ് ഉള്ളവരായിരിക്കും. അവരെന്ത് ചെയ്യുന്നതും മനസ്സർപ്പിച്ച് പൂർണ്ണ മനസ്സോടെ ആയിരിക്കും ജോലി ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും. ഏത് മേഖലയാകട്ടെ അവർ ഏത് മൊമെന്റിൽ, ഏത് നിമിഷങ്ങളിലും എന്ത് ചെയ്യുമ്പോഴും അത് മനസ്സർപ്പിച്ച് പൂർണ്ണ മനസ്സോടെ ആയിരിക്കും ജോലി ചെയ്യുന്നതും എന്ത് ചെയ്യുന്നതും. അവധി ആഘോഷിക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റിൽ ഏർപ്പെടുന്നതും അവർ മനസ്സർപ്പിച്ച് പൂർണ്ണ മനസ്സോടെ ആയിരിക്കും. ആ സമയത്ത് അവർ ഓഫീസിലെ കാര്യങ്ങൾ ചിന്തിച്ചല്ല ചെയ്യുന്നുണ്ടാവുക. സാധാരണക്കാർ എങ്ങനെയെന്നാൽ ഓഫീസിലിരിക്കുമ്പോൾ വീടിനെ കുറിച്ച് ചിന്തിക്കും, വീട്ടിലിരിക്കുമ്പോൾ ഓഫീസിനെ കുറിച്ച് ചിന്തിക്കും, അവധി ആഘോഷിക്കുമ്പോൾ ജോലി പ്രഷറിനെ കുറിച്ച് ചിന്തിക്കും. അതിബുദ്ധിശാലികൾ അങ്ങനെയല്ല. അവർ ആ കാര്യത്തിലും എല്ലാ കാര്യത്തിലും മൈൻഡ്ഫുൾനെസ് ഉള്ളവരായിരിക്കും. അവർ അതാത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മനസ്സർപ്പിച്ച് ചെയ്യുന്നു. വെറുതെ ഇരിക്കുന്നത് പോലും അവർ ആസ്വദിച്ച് ചെയ്യുന്നു. അവർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതും ബോറടിച്ചല്ല വെറുതെ ഇരിക്കുക, അതും പൂർണ്ണ മനസ്സോടെ വെറുതെ ഇരിക്കുന്നു. ആ സന്ദർഭം അവർ ആസ്വദിക്കുന്നു പൂർണ്ണ മനസ്സോടെ. വെറുതെ ഇരിക്കുന്നതിന് പകരം വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് കരുതി അപ്പോൾ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ചാടി പുറപ്പെടുന്നവരല്ല അതിബുദ്ധിശാലികൾ. ആ സമയം ഒരുപക്ഷെ എന്തെങ്കിലും സാഹചര്യവശാൽ തീർത്തും വെറുതെ പ്ലാൻഡ് അല്ലാതെ പോലും വെറുതെ ഇരിക്കേണ്ടി വന്നാൽ ആ സമയം എന്തെങ്കിലും എഴുതുന്നതിനോ വായിക്കുന്നതിനോ ചിന്തിക്കുന്നതിനോ ആയി മാറ്റിവെക്കും. അവർ എന്ത് ചെയ്യുന്നതും മൈൻഡ്ഫുൾനെസ് ഓടെ ആയിരിക്കും. 11ാമത്തെ പോയിന്റ്, 11ാമത്തെ ലക്ഷണം, അതിബുദ്ധിശാലികൾ ഏത് സാഹചര്യങ്ങളോടും പെട്ടെന്ന് ഇണങ്ങിച്ചേരും, പെട്ടെന്ന് പൊരുത്തപ്പെടും. ഏത് നാട്ടിൽ പോയാലും സ്വന്തം നാട് പോലെ തന്നെ ഒരു അപരിചിതത്വവും തോന്നിക്കില്ല. ഏത് ഫുഡും, ഏത് ഉറങ്ങാനുള്ള സാഹചര്യങ്ങളും, ഏത് സാഹചര്യങ്ങളും അവർക്ക് യാതൊരു നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരിക്കില്ല. ഏത് സാഹചര്യത്തോടും സ്വന്തം ഇത്രയും കാലം ശീലിച്ചതുപോലെ തന്നെ പെട്ടെന്ന് ഇണങ്ങിച്ചേരും, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. 12ാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികൾ പണത്തിനും പണസമ്പാദനത്തിനും അതീവ പ്രാധാന്യം നൽകുന്നു. സിമ്പിൾ സൈക്കോളജിയാണ് ഇതിന്റെ പിന്നിൽ. തനിക്കും തന്നെ ആശ്രയിക്കുന്നവർക്കും ബുദ്ധിമുട്ട് കൂടാതെ ജീവിക്കുന്നതിനും മറ്റു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതിനും പണം അനിവാര്യമാണെന്നുള്ള വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം നന്നായി അറിയുന്നവരാണ് അതീവ ബുദ്ധിശാലികൾ. കാരണം ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, എന്റർടൈൻമെന്റ് തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ കൊടുക്കൽ വാങ്ങലുകളും നടപ്പാക്കുന്നതിന് നിർബന്ധമായ ഒരു കാര്യമാണ് പണം എന്ന ലൈഫ് എനർജി എന്ന് അതിബുദ്ധിശാലികൾ നന്നായി തിരിച്ചറിയുന്നു. മാത്രമല്ല പണത്തിന്റെ അഭാവത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാതെ മറ്റു മനുഷ്യരോട് കടം പറഞ്ഞ് അവരെ കൂടി ബുദ്ധിമുട്ടിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യവും അതിബുദ്ധിശാലികൾ നന്നായി അറിയുന്നു. 13ാമത്തെ പോയിന്റ്, അതിബുദ്ധിശാലികൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നവർ ആയിരിക്കും. മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നത് കൊണ്ട് അവർക്ക് ഗുണകരമാകുമെന്നും അവർക്ക് ഉയരാനും വളരാനുമുള്ള പ്രചോദനമാകുമെന്നും ഉള്ള അറിവ് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് തന്റെ ബുദ്ധിയുടെയും സ്വഭാവ മഹിമയുടെയും ലക്ഷണമാണ് എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് അതിന്റെ പിന്നിൽ. 14ാമത്തെ ലക്ഷണം, അതിബുദ്ധിശാലികൾ അടുക്കും ചിട്ടയും ഇല്ലാത്തവരായിരിക്കും. അവരുടെ മുറിയും മറ്റ് സാമഗ്രികളുമൊക്കെ അലങ്കോലമായിട്ടായിരിക്കും മിക്കവാറും കാണപ്പെടുക. അതിന്റെ മനഃശാസ്ത്ര കാരണം എന്തെന്നാൽ അവർ അത്തരം കാര്യങ്ങൾക്ക് ലീസ്റ്റ്
ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു. ആ അടുക്കിപ്പറക്കി വെക്കുന്ന സമയം കൂടെ അതിനേക്കാൾ ക്രിയേറ്റീവായ പ്രോഡക്റ്റീവായ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നതിനും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതിനുമായിരിക്കും അവർ മുൻഗണന കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. ഈ കാര്യത്തിൽ മാത്രം ഒരു മാറ്റമുണ്ട്, ഒരു ഒഴിവുണ്ട്, ഒരു അപവാദം ഉണ്ടാകാനുള്ള ഒരു എക്സെപ്ഷന് സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു പഠനം അതിബുദ്ധിശാലികൾക്കും അറിയുന്നതാണ്. അതിബുദ്ധിശാലികളുടെ കാര്യങ്ങളെല്ലാം അലങ്കോലമായിരിക്കും എന്നുള്ളത് ആ അറിവുള്ളത് കൊണ്ട് തന്നെ അതിനെ ജസ്റ്റ് ഒന്ന് മറികടക്കുന്നതിന് വേണ്ടി ബോധപൂർവം തന്നെ സമയം കണ്ടെത്തി അതെല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇനി മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ അത്തരം കാര്യങ്ങളിൽ അലങ്കോലമാകുന്നവരാണെന്നുണ്ടെങ്കിലും വ്യക്തി ജീവിതത്തിലും അപ്പിയറൻസിലും അവർ വളരെയധികം വൃത്തിയും വെടിപ്പും നീറ്റ്നെസ്സും ഉള്ളവരായിരിക്കുകയും ചെയ്യും. 15ാമത്തെ പോയിന്റ്, 15ാമത്തെ ലക്ഷണം, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതും. അതിബുദ്ധിശാലികൾ സമയത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും, സമയത്തിന് ഏറ്റവും വാല്യൂ കൊടുക്കുന്നവരായിരിക്കും. സ്വന്തം സമയത്തിനും മറ്റുള്ളവരുടെ സമയത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. സ്വന്തം സമയവും മറ്റുള്ളവരുടെ സമയവും പാഴാക്കുന്ന സമീപനങ്ങൾ അതിബുദ്ധിശാലികളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല. സ്വന്തം സമയവും മറ്റുള്ളവരുടെ സമയവും പാഴാക്കുന്ന വ്യക്തികളുമായി അതിബുദ്ധിശാലികൾ അകലം പാലിക്കുകയും ചെയ്യും. മേൽ പറഞ്ഞ 15 ലക്ഷണങ്ങളിൽ ആ അലങ്കോലമായി കിടക്കുന്ന ആ ഒരു ലക്ഷണം ഒഴികെ ബാക്കി 14ഉം ഫുൾഫിൽ ആയെങ്കിൽ മാത്രമേ, ബാക്കി 14ഉം ഒത്തു വന്നെങ്കിൽ മാത്രമേ ഒരാളെ അതിബുദ്ധിശാലി എന്ന് പറയാൻ കഴിയൂ. ഒരെണ്ണത്തിലെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ അതിബുദ്ധിശാലി എന്ന് പറയാൻ കഴിയില്ല. കാരണം അതും കൂടെ കൂടിയെങ്കിൽ സൗന്ദര്യ മാനദണ്ഡങ്ങളിലാകട്ടെ ബോഡി ബിൽഡിംഗ് മാനദണ്ഡങ്ങളിലാകട്ടെ ആ നിശ്ചിത ഘടകങ്ങൾ കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയൂ എന്നതുപോലെ ലോകത്ത് കാലാകാലങ്ങളായി നടന്നു വരുന്ന അതിബുദ്ധിശാലികളെ കുറിച്ചുള്ള പഠനങ്ങളിലെ ഏറ്റവും ടോപ്പ് സൈക്കോ മെട്രിക് മെഷേഴ്സ് ആണ് ഇന്നിവിടെ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത്. അതിബുദ്ധിശാലികൾ സ്വയം അതിബുദ്ധിശാലികളാണെന്ന് തിരിച്ചറിയുന്നു. അതിന്റെ അടിസ്ഥാനം എന്തെന്നാൽ അതിബുദ്ധിശാലികൾ തനിക്കുള്ള അറിവിന്റെ സാരമായ പരിമിതിയെക്കുറിച്ച് വാസ്തവത്തിൽ ബോധ്യമുള്ളവരാണ്. അറിയും തോറും ജ്ഞാനി അറിയുന്ന ഒരേ ഒരു കാര്യം അറിയുന്നതായി ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയുന്നവരാണ്. താൻ ഉപയോഗിക്കുന്ന ഇന്റലിജൻസിന്റെ പരിമിതി അറിയുന്നവരാണ്. തന്റെ അറിവിന്റെ പരിമിതി അറിയുന്നവരാണ്. താൻ ചെയ്യുന്ന മണ്ടത്തരങ്ങളെക്കുറിച്ചും ബോധ്യമുള്ളവരാണ് എന്നതാണ്. ഒരു അതിബുദ്ധിശാലിയെ സംബന്ധിച്ച ഏറ്റവും നല്ല പദപ്രയോഗം ബോധവാൻ എന്നതായിരിക്കും. അദ്ദേഹം തന്റെ അറിവിനെക്കുറിച്ചും അറിവില്ലായ്മയെക്കുറിച്ചും താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ബോധവാൻ ആയിരിക്കും. മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളുടെ സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിക്കുക. ബുദ്ധിയും യുക്തിയും പഠന മനോഭാവവും ഉപയോഗിച്ച് ചിന്തിക്കുക. അതുവഴി നിങ്ങൾക്കും സ്വയം അതിബുദ്ധിശാലിയായി മാറാനും മറ്റു ബുദ്ധിശാലികളെ തിരിച്ചറിയാനും അങ്ങനെ ആവശ്യമെങ്കിൽ യോജിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താനും ഒക്കെ ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക്